സ്കൂൾ പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും. നമ്മുടെ ഈ ഒബ്സർവേഷൻ സ്കില്ല് എങ്ങനെ നമുക്ക് ഷാർപ്പൻ ചെയ്യാം? യു ഡോണ്ട് നീഡ് എ ഫാൻസി ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പെൻസീവ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഡിസൈൻ അത് എൻ്റെ ഏരിയ അല്ല, എനിക്ക് ഡിസൈൻ മനസ്സിലാവില്ല, ഞാൻ ക്രിയേറ്റീവ് അല്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നൊക്കെ. ബട്ട് ട്രസ്റ്റ് മീ, യു ആർ ഓൾറെഡി എ ഡിസൈനർ. വെദർ യു ആർ പ്ലാനിങ് എ ഡേ, ചൂസിങ് വാട്ട് ടു വെയർ, ലൈഫിലെ ഓരോ സിംഗിൾ കാര്യം ചെയ്യുമ്പോഴും യു ആർ മേക്കിംഗ് എ ഡിസൈൻ ഡിസിഷൻ. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിലും അല്ലെങ്കിലും ഈ പോഡ്കാസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. I will help you to think like a designer. I will show you how small changes can lead big impact in life. അതിനു മുന്നേ let me introduce myself. I am Stolen, UX lead, HCI designer, architect, artist. ഇതൊക്കെയാണ് ഞാൻ സാധാരണ എൻ്റെ എലിവേറ്റർ പിച്ചിലും അതുപോലെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളിൽ ആരെങ്കിലും കാണുമ്പോഴും പറയാറ്. പക്ഷേ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നിന്നാവണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇതായിരുന്നു ഞാൻ 108 kg വെയിറ്റ് ഉള്ള, ലേസിയായ, അൺപ്രൊഡക്റ്റീവായ ഒരു സ്ലോ മോഷൻ ജീവിതം ജീവിച്ചിരുന്ന ഞാൻ. ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. അതിൻ്റെ മെയിൻ കാരണമാണ് ഡിസൈൻ. ഐ സ്റ്റാർട്ടഡ് വിത്ത് എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് ആവേണ്ടിയിരുന്ന പെർസോണ ഞാൻ ഉണ്ടാക്കി, അവിടേക്ക് എത്താനുള്ള ആക്ഷൻസ് ഞാൻ ടൈം ബ്ലോക്ക് ചെയ്ത് വെച്ചു. റിസൾട്ട് നോക്കാതെ സിസ്റ്റം മാത്രമായിരുന്നു എൻ്റെ ഫോക്കസിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. സ്മോൾ ഡിസൈൻ ചേഞ്ചസിന് ഹ്യൂമൻ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കിച്ചൻ്റെ ലേഔട്ട്, അതുപോലെ അവിടുത്തെ കിച്ചൺ ട്രയാങ്കിളും അതവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ എഫിഷ്യൻസിനെ ബാധിക്കും. ഈ കിച്ചൺ ട്രയാങ്കിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സ്റ്റൗവും സിങ്കും ഫ്രിഡ്ജും തമ്മിലുള്ള ഒരു ഇമാജിനറി ട്രയാങ്കിൾ ലൈനാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി ഡെസ്കും അതിൻ്റെ ലേഔട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ആയിട്ടും നല്ല കണക്ഷൻ ഉണ്ടായിരിക്കും. അൺനെസസറിയും അൺവാണ്ടഡുമായിട്ടുള്ള സാധനങ്ങൾ ഡെസ്കിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ എസെൻഷ്യൽ വർക്ക് സ്റ്റെപ്സ് മാത്രം നമ്മൾ ടേബിളിൽ വെക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് നമ്മുടെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് തന്നെ അന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് ബാക്കി ദിവസത്തിനേക്കാൾ കൂടാൻ കാരണം. ഞാൻ 1940 ഒരു കഥ പറയാം. റിച്ചാർഡ് അതുപോലെ മെക്ഡൊണാൾഡ്സ്, ഈ രണ്ട് വ്യക്തികൾ അവരുടെ റെസ്റ്റോറൻറ്റ് ടെമ്പററിലി ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. റെസ്റ്റോറൻറ്റ് റീഡിസൈൻ ചെയ്യാൻ വേണ്ടി അവർ അത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത് ഫോർഡിൻ്റെ ഫാക്ടറി ലൈക്ക് അസംബ്ലി ലൈന് ഇൻസ്പയർഡ് ആയിട്ട് അവരൊരു റീഡിസൈൻ പ്ലാൻ ഉണ്ടാക്കി. അവരവരുടെ പല എംപ്ലോയീസിനും പല ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട്, അതായത് ചിലർ പാറ്റീസ് ഉണ്ടാക്കും, ചിലർ ബണ്ണ് ടോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ടെന്നീസ് കോർട്ടിൻ്റെ ഫ്ലോറിൻ്റെ മുകളിൽ അവർ ചോക്ക് വെച്ച് ലൈൻസ് വരച്ച് ഫ്ലോർ സിമുലേറ്റ് ചെയ്തിട്ടാണ് അവരൊരു സിസ്റ്റം കണ്ടുപിടിച്ചത്. ആൻഡ് ദാറ്റ് ഈസ് റെവല്യൂഷണറി സ്പീഡി സർവീസ് സിസ്റ്റം. ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്നുണ്ട്, ഡിസൈനിങ് യുവർ എൻവയോൺമെൻറ്റ് വിൽ ലീഡ്സ് ടു സക്സസ് എന്ന്. ഇതൊക്കെ പോട്ടെ, ഈവൺ ഒരു സിമ്പിൾ ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ പൊസിഷൻ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി യൂസേജിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഈ മീറ്ററിൻ്റെ പൊസിഷൻ ഇലക്ട്രിക് റീഡിങ്സ് കാണുന്ന ഒരു ഏരിയയിൽ വെക്കുന്നത് ഇലക്ട്രിസിറ്റി യൂസേജ് എത്രയായി എന്നറിയാനും അതുപോലെ അത് മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രിക് യൂസേജ് പിന്നെ കുറയാനും അത് ഹെൽപ്പ് ചെയ്യും. ഫ്രം കിച്ചൺ ലേഔട്ട്സ് ടു ഡെയിലി ഹാബിറ്റ്സ്, സ്മോൾ ഡിസൈൻ ട്വീക്സ് ക്യാൻ ഹാവ് എ ബിഗ് ഇമ്പാക്റ്റ്. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഡിസൈൻ നമ്മുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യും. അപ്പോൾ നമുക്കെങ്ങനെ ഒരു ഡിസൈനറിനെ പോലെ ചിന്തിക്കാം? അതൊരു വലിയ ചോദ്യമാണ്. ആക്ച്വലി നമ്മുടെയൊക്കെ സ്കൂൾ മേക്കേഴ്സ് ബാഡ് അറ്റ് ഡിസൈനിങ്. എല്ലാറ്റിനും സ്റ്റാർട്ടിങ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആണെന്നാണ് ഞാൻ പറയുക. സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ ക്രിയേറ്റിവിറ്റിയും ഒന്നുമല്ല,
അവിടെ നമ്മൾ പഠിക്കുന്നത് മെമ്മറൈസിങ്, തിയറി, പ്രിൻസിപ്പിള് എന്നീ കാര്യങ്ങളാണ്. ഡിസൈൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും വേണ്ടത് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള ത്രൈവും അതുപോലെ എക്സ്പ്ലോറേഷനുള്ള മൈൻഡ് സെറ്റുമാണ്. സ്കൂളും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാനാണ്. പക്ഷേ ഇൻ ഡിസൈൻ ഫെയിലിയർ ഈസ് എ ക്രൂഷ്യൽ സ്റ്റെപ്സ് ടുവേർഡ്സ് സക്സസ്. നമ്മളിൽ പലർക്കും സ്കൂളിൽ പഠിപ്പിച്ചു തരുന്ന ഈ തിയറീസും പ്രിൻസിപ്പിൾസും ഇൻ്റർ കണക്ട് ചെയ്യാനോ അതുപോലെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനോ നമ്മൾ ഫെയിൽ ആവാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ എന്തിനാ പഠിച്ചതെന്ന് നമുക്ക് തന്നെ ഒരു പിടിയില്ലാത്തതുകൊണ്ട്. ഇല്ല, ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഇതൊക്കെ എന്തിനാന്ന് അറിഞ്ഞ് പഠിക്കുന്ന ഒരുപാട് പേരും പണ്ട് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിരുന്നത് ഒരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആയിരുന്നെങ്കിലോ. പ്രൊജക്ട് ബേസ്ഡ് ലേണിങ്സ് എന്ന് പറഞ്ഞ ടീച്ചിങ് മെത്തേഡ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി റിയൽ വേൾഡ് മീനിങ് ഫുൾ പ്രൊജക്റ്റിൽ എൻഗേജ് ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോ ടോപ്പിക്സും അതുപോലെ പ്രിൻസിപ്പിൾസൊക്കെ പഠിക്കുന്നതാണ്. ഈ മെത്തേഡിൻ്റെ ബ്യൂട്ടി എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു പ്രോബ്ലം നമ്മളെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രിൻസിപ്പിളോ തിയറിയോ പഠിക്കുകയായിരിക്കും. ദിസ് ഹെൽപ്സ് എൻഗേജ് സ്റ്റുഡൻസ് ഫ്രം ഡേ വൺ. അതുപോലെ തന്നെ ഒരു ക്യൂരിയസ് ഡിസൈനർ ആവണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും വേണം. വി ഷുഡ് എംപ്റ്റി അവർ കപ്പ്. ചുരുക്കി പറഞ്ഞാൽ സ്കൂള് പഠിപ്പിച്ച പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും. ഈ അൺലേൺ എന്നുള്ള വാക്കിൻ്റെ മലയാളം എന്താ? എനിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. 2 കൊല്ലമായിട്ട് ഞാൻ തിരയാണ്. ശബ്ദധാരാവലിയിൽ നോക്കി, മലയാളം നിഘണ്ടുവിലൊക്കെ നോക്കി. അൺലേൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. മലയാളം വാക്ക് അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് വരാം. സ്കൂള് പഠിപ്പിച്ച പല കാര്യങ്ങളും അൺലേൺ ചെയ്യേണ്ടി വരും. ക്യൂരിയോസിറ്റി നമ്മൾ എംബ്രേസ് ചെയ്യേണ്ടി വരും. റിസ്ക് എടുക്കേണ്ടി വരും. ഫെയിലിയർ ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ്, പിന്നോട്ടല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇനി ഹൗ ടു ലേൺ ഡിസൈൻ. ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയാം. യു ഡോണ്ട് നീഡ് എ ഫാൻസി ഡിഗ്രി അല്ലെങ്കിൽ എക്സ്പെൻസീവ് ടൂൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ സ്മോൾ പ്രൊജക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ. ഇനി നിങ്ങളൊരു ഡിസൈനർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒന്നും ചുറ്റും നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും പ്രോബ്ലംസ്. അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കൺഫ്യൂസിങ് ആയിട്ടുള്ള ലൈറ്റ് സ്വിച്ചസ്, അതുപോലെ പുവർലി പ്ലേസ്ഡ് പവർ ഔട്ട്ലെറ്റ്സ്, അതായത് ഫർണിച്ചറൊക്കെ കാരണം പ്ലഗ് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, അതുപോലെ സ്ലിപ്പറി ആയിട്ടുള്ള ബാത്റൂം മാറ്റ്, പുവർലി ഡിസൈൻഡ് സൈൻസ് ആൻഡ് ദ ലെജൻഡ് പുവർലി ഡിസൈൻഡ് ഡോർ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന ക്യൂരിയോസിറ്റിയിൽ നിന്നായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വെറുതെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്നതും അത് എഴുതി വയ്ക്കുന്നതൊക്കെ ഒരു ഡിസൈനർ ആവാനുള്ള അല്ലെങ്കിൽ ഡിസൈനറെ പോലെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്കില്ല്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലുണ്ട്, ലേണിംഗ് ഫ്രം അതേഴ്സ്. ഇമാജിൻ യു ആർ ഡിസൈനിങ് എൻ എയർപോർട്ട്. ഒരുത്തിനെ വണ്ടി കയറ്റി വിടാൻ പോലും നിങ്ങൾ ഇതുവരെ ഒരു എയർപോർട്ടിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസൈനേഴ്സ് പലപ്പോഴും അവർ ഇതുവരെ എക്സ്പോസ്ഡ് ആവാത്ത ഇൻഡസ്ട്രിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ഡിസൈൻ ചെയ്യേണ്ടി വരിക. ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രൊഡക്റ്റിനെയോ ഇൻഡസ്ട്രിയോ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ട് ക്യൂരിയസ് ആയിക്കൊണ്ട് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുക? വി ലേൺ ഫ്രം അതർ പ്രൊഫഷണൽസ്. ഡെവലപ്പേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കും, ഇൻഡസ്ട്രി ലീഡ്സിൽ നിന്ന് നമ്മൾ പഠിക്കും. നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാവരുടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ നോക്കും. ആൻഡ് എബവ് ഓൾ വി ഷുഡ് ഒബ്സർവ് അതേഴ്സ്. ഒബ്സർവേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്യൂരിയോസിറ്റിയുടെ ഒപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. നമുക്ക് ചുറ്റും ഡിസൈൻ ഉണ്ട്. ഒബ്സർവിങ് ക്ലോസ്ലി ക്യാൻ ടീച്ചേഴ്സ് മോർ ദാൻ എനി ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സ്,
അതുമായിട്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. ഓരോ ആൾക്കാർക്കും അവരോരോ കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും അവരുടേതായിട്ടുള്ള ഓരോ റീസൺസ് ഉണ്ടായിരിക്കും. ടെക്നോളജിയും ലൈഫ് സ്റ്റൈലും ഡേ ടു ഡേ മാറുന്നത് കൊണ്ട് ഹ്യൂമൻ ഇൻട്രാക്ഷനും ഹ്യൂമൻ തോട്ട്സിനും നല്ല മാറ്റം കാലം കൊണ്ട് സംഭവിക്കാം. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു 40 കൊല്ലം മുന്നേ ഒരാൾ ബസ് കാത്തു നിൽക്കുന്ന പോലെയാണോ ഇന്നൊരാൾ ബസ് കാത്തു നിൽക്കുന്നുണ്ടാവുക? അല്ല. ബസ് വരുന്ന ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടായിരിക്കും, കാത്തു നിൽക്കുന്ന ആളുടെ തോട്ട്സ് തന്നെ വേറെ ആയിരിക്കും, അറ്റൻഷൻ സ്പാൻ വേറെ ആയിരിക്കും, ആക്ടിവിറ്റീസ് വേറെ ആയിരിക്കും, സറൗണ്ടിങ്സും എൻവയോൺമെൻറ്റും എല്ലാം മാറ്റം ഉണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ ആളുടെ ഫിയറും ഫ്രസ്ട്രേഷനും എക്സൈറ്റ്മെൻറ്റ് ലെവലും എല്ലാം വേറെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഒബ്സർവേഷൻ സ്കില്ല് എങ്ങനെ നമുക്ക് ഷാർപ്പൻ ചെയ്യാം? വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യം ഞാൻ പറയാം. ഒന്ന്, നോട്ടീസ് എവരിഡേ ഒബ്ജക്ട്സ്. എവരിഡേ ഒബ്ജക്ട്സ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലുകൾ, അല്ലെങ്കിൽ കോഫി കപ്സ്, അതല്ലെങ്കിൽ കാറിൻ്റെ സ്റ്റിയറിങ്, ഇതെല്ലാം യൂസബിലിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണോ എന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ബാഡ് ഡിസൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2, പേ അറ്റൻഷൻസ് ടു ഫ്രസ്ട്രേഷൻ. ഈ പുവർ ഡിസൈൻ നോട്ടീസബിൾ ആണ്, പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിച്ചാൽ ആ പുവർ ഡിസൈനിൽ നമുക്കെന്ത് മാറ്റം വരുത്താൻ പറ്റും അത് ഗുഡ് ഡിസൈൻ ആക്കാൻ ഒന്ന് ചിന്തിക്കാം. 3, വാച്ച് പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് പ്രൊഡക്റ്റ് ഓർ സ്പേസ്. നമുക്ക് അപ്പം കാണാൻ പറ്റും എവിടെയൊക്കെയാണ് ഡിസൈൻ ഫെയിൽ ആവുന്നത്, എവിടെയൊക്കെയാണ് ഡിസൈൻ സക്സസ് ആവുന്നത്. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, വൈ ഡസ് ദിസ് വർക്ക്, ഹൗ കുഡ് ഇറ്റ് ബി ബെറ്റർ. അപ്പോൾ ഡിസൈൻ പ്രൊഫഷണൽസിനോ അല്ലെങ്കിൽ ക്രിയേറ്റീവ്സിനോ മാത്രമുള്ളതല്ല, ഇറ്റ്സ് ഫോർ എവ്രി വൺ. ഒരു ഡിസൈനറെ പോലെ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പല പ്രോബ്ലംസും എഫക്റ്റീവ്ലി സോൾവ് ചെയ്യാനും നമ്മുടെ ഡെയിലി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് വേൾഡ് ഒരു ബെറ്റർ പ്ലേസായി മാറ്റാനും ഒക്കെ പറ്റും. So start small, observe, experiment, and remember, you are already a designer. Let's design a better world together. ഡിസൈൻ ഇൻസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള ആ ചങ്കിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ see you next time. അതുവരെ bye.